സോ ഗായ് സോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആക്ച്വലി പുതിയ വീഡിയോ അല്ല, നമ്മളിപ്പോൾ ലണ്ടനിലാണുള്ളത്. സോ ഞങ്ങൾ അക്കോമഡേഷനിൽ നിന്ന് ഇറങ്ങി. ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം അവിടെ എല്ലാവരും ഉറങ്ങുമൊക്കെ ആയിരുന്നു, കുറേ പേര് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പക്ഷേ ചെറിയ വീഡിയോ, ഞാൻ ചെറിയ ഷോർട്ട് ഒരു വീഡിയോ ചെറിയൊരു മിനിറ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ സ്റ്റേ ചെയ്തത് സെൻറ്റ് ക്രിസ്റ്റഫേഴ്സ് ഇൻ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിലാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ് ബൈ ദ വേ. സോ ബാക്ക് പാക്കേഴ്സിനൊക്കെ ഭയങ്കര നമുക്ക് ചീപ്പായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഭയങ്കര അടിപൊളി സണ്ണി ഡേ ആണ്. നോക്കി ഇതൊരു ഭംഗിയല്ല, നീലാകാശവും ഏതോ ഒരു പ്ലെയിൻ പോകുന്നതിലൂടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നോക്കിയാൽ ഇവിടെ എനിക്കൊന്ന് സ്റ്റാൻഫോർഡ് എയർപോർട്ട് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ലൂട്ടൺ, അതുപോലെ തന്നെ ഹീത്രോ ഉണ്ട്, കുറേ എയർപോർട്ട്സ് ഉണ്ട് ബൈ ദ വേ. സോ നമ്മളിവിടെ ഗ്രീനിച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഗ്രീനിച്ചിലുള്ള എല്ലാ മലയാളികളും ഹായ്. നമ്മൾ ഗ്രീനിച്ചിൽ നിന്ന് നമ്മൾ നേരെ ലണ്ടൻ ബ്രിഡ്ജിലോട്ട് പോവാണ്. സോ അവിടെ പോകണം, ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ എനിക്കിന്ന് 1 മണിക്കാണ് റിട്ടേൺ ട്രെയിൻ തിരിച്ച് എഡിൻബറയിലേക്കുള്ള. സോ നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിലാണുള്ളത്. നമുക്കിനി നേരെ താഴോട്ട് ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് ഒരു 11 ആയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി, സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. നിങ്ങൾ ജസ്റ്റ് വാഗമാമിലേക്ക് പോയിരിക്കണം, ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വിശപ്പുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒരു കോഫി എടുത്തു, കഫേ നീലോ എന്ന് കാണിച്ചത്. നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഡിസൈൻ എനിക്ക് ഇഷ്ടമായി. നമുക്കിങ്ങനെ വാഗമൺ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കിയാൽ അവിടെ ഒരു കപ്പൽ കണ്ടപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. നല്ല രസമില്ല, നോക്കി പഴയ കാലത്ത് കപ്പലേറ്റ് തോന്നുന്നു. ഇതൊരു ഭംഗിയല്ല, എനിക്കത് പണ്ടത്തെ പോലെ യുദ്ധക്കപ്പ, പണ്ടത്തെ ആരെങ്കിലും ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഗോൾഡൻ കാണിച്ചിട്ടാവേ. നോക്കിയേ, നിങ്ങളിന്ന് പോസ് ചെയ്ത് വായിച്ചോ. എവിടേക്കോ ട്രാവൽ ചെയ്ത കപ്പലാട്ടോ. ഭയങ്കര ബ്രാൻഡിക് പീസാണ്. അങ്ങോട്ട് പോട്ടെ.
സോ ഗൈസ്, സോ നമ്മളിപ്പം ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി. കിങ് ക്രോസ് ഓർക്കണല്ലേ, കിങ് ക്രോസ്. സോ വിവേക് പോയി. സോ വിവേകിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. അവൻ്റെ റെയിൽവേ സ്റ്റേഷൻ അപ്പുറ സൈഡില്ല. സോ ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഒന്നും പോകത്തല്ല. സോ അവനവിടെ നിന്ന് പോയി. സോ ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോകണം. ഞാൻ തപ്പിക്കൊണ്ട് ഞാൻ ആദ്യം ഇവിടെ വരുന്നത്. സോ എനിക്ക് ഐ ഡോണ്ട് നോ, ലൈക്ക് ലിറ്ററലി. ഓ സോറി. That was fun. So yeah, ഞാനും ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. സോ എനിക്ക് വലിയ പിടുത്തമല്ല. നോക്കണം എവിടെയാണ് കിങ്സ് ക്രോസ് എന്ന്. സോ നോക്കിയിട്ട് അങ്ങോട്ട് പോകണം. എൻ്റെ ട്രെയിന് 20 മിനിറ്റ്സും കൂടിയല്ലോ ട്രെയിനിന്. സോ നോക്കട്ടെ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. നോക്കട്ടെ. ഓ ദ കിങ്സ് ക്രോസ് റെയിൽവേ സ്റ്റേഷൻ. ഓ സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ അണ്ടർഗ്രൗണ്ട് ഇവിടുന്ന് കയറി വന്നേ. അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് എടുത്താൽ എമ്മ ഭംഗിയല്ല അവിടെ കിങ്സ് ക്രോസ് റെയിൽവേ സ്റ്റേഷൻ. നോക്കിയേ എന്തൊരു ഭംഗിയാ. സോ നമുക്ക് അങ്ങോട്ട് പോകണം. സോ ഞാൻ നടക്കട്ടെ. അവിടെ നേരെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. സോ എനിക്കറിയില്ല ഏത് പ്ലാറ്റ്ഫോമെന്ന് അറിയില്ല. സോ ഞാൻ ട്രെയിൻ നോക്കണം. ഇതിൽ വരാമെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് അവിടെ പോയി നോക്കണം ട്രെയിന് എവിടെ ഏതാണ്. ഞാൻ അതൊന്ന് ട്രെയിനൊന്ന് നോക്കട്ടെ എവിടെ ഏത് പ്ലാറ്റ്ഫോം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓക്കെ ഞാൻ നോക്കട്ടെ കേട്ടോ. നമ്മൾ നേരെ സ്റ്റേഷനുള്ളിൽ കയറി. പ്ലാറ്റ്ഫോം 1 ആണ് കേട്ടോ നമ്മളത്. അവിടെ ചോദിച്ചു പ്ലാറ്റ്ഫോം 1 എന്നാണ് പറഞ്ഞത്. 02 ഓക്കെ ഫൈൻ. നമ്മൾ അപ്പുറത്താണ്. സോ എല്ലാം ട്രെയിൻ. സോ നോക്കട്ടെ പ്ലാറ്റ്ഫോം 1 ഓക്കെ ഫൈൻ. സോ ഇവിടെ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യുനോ ഓ 1 ട്രെയിൻ ഓടി വന്ന് കിടപ്പുണ്ടല്ലോ. ഏതാത്? പ്ലാറ്റ്ഫോം 1 എഡിൻബ്ര ബോർഡിങ്. എലനിയ അസൂമ എന്ന് പറഞ്ഞ ട്രെയിനാട്ടോ നമ്മൾ കയറാൻ പോണേ. ഓക്കെ സോ എൻ്റെ കോച്ച്, ഞാൻ കോച്ച് മറന്നു. ജസ്റ്റ് കോച്ച് നോക്കട്ടെ. സോ എൻ്റെ ബി കോച്ചാണ്, കോച്ച് ബി, സീറ്റ് നമ്പർ 15. സോ I think should be towards that end. So yeah, oh my goodness, it's so comfortable. നോക്കിയേ, ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ ഈ കാണുന്നതൊക്കെ അറിയാൻ പാടില്ല. ബട്ട് ഇറ്റ്സ് pretty good, you know. ഈ അങ്ങ് അറ്റത്തോട്ടോ. ഇത് ഒക്കെയാണ് ട്രെയിൻ. നോക്കിയേ ഗൈസ്, ഞാൻ കാണിച്ചാലേ. ട്രെയിൻ ഭയങ്കര അടിപൊളി കേട്ടോ. നോക്കിയേ, ഇറ്റ്സ് pretty good and yeah. ബി എന്നൊക്കെ പറഞ്ഞത് എനിക്കൊന്ന് ഇപ്പൊ ട്രെയിൻ നേരെ അങ്ങോട്ടല്ലേ പോണേ. അപ്പൊ നമ്മുടേതായത് രണ്ടാമത്തെ ബോഗി. സോ ഇൻട്രസ്റ്റിംഗ്. സോ നോക്കാം എങ്ങനെയാണ് നമ്മളെ. എനിക്കറിയാം എനിക്ക് വിൻഡോ സീറ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സോ നോക്കാം. അയ്യോ എൻ്റെ ലേസ്. ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത ട്രെയിനാണ്. സോ UK എല്ലാതരം ട്രെയിനും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറേ ട്രെയിൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. സോ ഏറ്റവും കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആയതും ട്രെയിനിനാണ്. സോ പിന്നെ ലണ്ടൻ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ ലണ്ടൻ വീഡിയോസും ബാക്കി വീഡിയോസും നോക്കുവാണെങ്കിൽ കണ്ടൻസ് ഞാൻ കണ്ട അത്രയും ഞങ്ങൾക്ക് ഷെയർ ചെയ്തില്ല. ഇപ്പോൾ ലണ്ടനിലാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. ആ ഒരു 1 ഡേ ഇന്നലെ നൈറ്റ് മൊത്തം ലണ്ടനിലായിരുന്നു. ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് ഇതാണല്ലോ. As this is a busy train, please make sure all luggage is placed in the storage areas provided and keep all seats clear for use by other customers. എൻ്റെ സീറ്റിലെത്തി. ഞാൻ ഓൾറെഡി സീറ്റ് കയറിയിരുന്ന ലഗേജ് നമ്മുടെ മുകളിൽ വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നോക്കിയേ,
എനിക്കിങ്ങനെ കാല് നീട്ടി വെക്കാം. പ്രോപ്പർ ലെഗ് സ്പേസ് ഉണ്ട്. ഇപ്പം എന്നെക്കാട്ടും എന്താ പറയുക ഹൈറ്റ് കൂടിയ ആളാണെങ്കിൽ പോലും നല്ല രീതിയിൽ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് സീറ്റ് ഇസ് വെരി കംഫർട്ടബിൾ. ആൻഡ് നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട് കണ്ടോ, നമുക്കിവിടെ കൈവെക്കാം. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ ബോഗിയിലാണ്. സോ എന്താ പറയുക വിൻഡോ സീറ്റാണ്. സ്റ്റുഡി കൊടുത്തത് എനിക്ക് വിൻഡോ സീറ്റ് നന്നായി, കാരണം വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി പുറത്തുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഈ ഒരു ലണ്ടൻ ടു എഡിൻബർഗ് ഞാൻ ട്രെയിൻ എടുക്കാൻ കാരണം തന്നെ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ. കാരണം ഇത് 1 o'clock ആണ്. സോ നമ്മൾ എത്തുമ്പോൾ ഒരു 4:30 ആകുമ്പോഴേക്കും എത്തും. സോ ഓൾമോസ്റ്റ് 3:30 വരെ അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് വാഷ്റൂമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഇതിന് ഷെയർ കാർ ടൈപ്പാണ്. സോ ശരിയാണ്. പിന്നെ ഇവിടെ നമുക്ക് ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇതെൻ്റെ അഡാപ്റ്ററാണ്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ട്രേ ഉണ്ട്, ട്രേ ടേബിൾ. ആവശ്യത്തിന് വെക്കാം. ഞാനിപ്പോൾ എൻ്റെ ബുക്ക് അവിടെ വെക്കാട്ടോ. സോ എനിക്ക് ലോങ് പോകുമ്പം ബുക്ക് വായിക്കാൻ ഇഷ്ടം. സോ ചെയ്യണം. സോ ട്രെയിൻ എടുക്കാനായി ഓൾമോസ്റ്റ്. ബാക്കി വണ്ടി എടുത്തിട്ട് എന്നാലും സ്ഥലത്തുമ്പോൾ വീഡിയോ എടുക്കാം, കാണിച്ചാൽ ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ ഇതുവരെ സൂപ്പർ കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ റെൻറ്റ് എനിക്ക് പ്രൈസ് വന്നത് എനിക്ക് 60 pounds ആണ് എനിക്ക് വന്നത്. അത് ഞാൻ ഒരുപാട് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നിങ്ങളിവിടെ ട്രെയിൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഇവിടെ ഒരുപാട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ട്രെയിൻ ലൈൻ എന്നൊരു ആപ്പ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. ട്രെയിൻ ലൈൻ എന്ന ആപ്പ് നിങ്ങൾക്ക് 30 pounds നിങ്ങളൊരു വർഷത്തേക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ 30 pounds കൊടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 1 year നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 60 pounds ഉള്ളൊരു ട്രെയിൻ ടിക്കറ്റാണ് നിങ്ങൾക്കതൊരു 45 ആ റേഞ്ചിലൊക്കെ കിട്ടും. സോ അത് ലൈക്ക് 30 pounds കൊടുത്താൽ മതി 1 yearലേക്കാണ്. അത് നമുക്ക് ഓരോ ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ലണ്ടനിൽ മാക്സിമം അതാണ് യൂസ് ചെയ്തത്. ഈ ഒരു ട്രെയിൻ മാത്രം ഞാൻ ട്രെയിൻ ലൈൻ യൂസ് ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് അത് അറിയില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ട്രെയിൻസും ഞാൻ ട്രെയിൻ ലൈൻ യൂസ് ചെയ്തിട്ട് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനിക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റിയിരുന്നു. സ്റ്റിൽ നല്ല രീതിയിൽ എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഈ ഒരു ട്രിപ്പിൻ്റെ ഫണ്ട് ഞാൻ എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ പേടിയാണ്, കാരണം അത്രമാത്രം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. സോ ഞാൻ പറയുന്നതല്ല, ഞാൻ ആ ഒരു 4 ദിവസത്തേക്ക് എനിക്ക് ചെറുതായ ഫണ്ട് കണക്ക് ഞാൻ പറയുന്നതല്ല, കാരണം ഇറ്റ്സ് എ ലോട്ട്. അത് ട്രെയിൻ മാത്രമല്ല, ഞാൻ നല്ല രീതിയിൽ ഫുഡിങ്ങും ട്രെയിനും പിന്നെ എല്ലാം സൂപ്പർ ഫൺ. സോ നമുക്ക് നോക്കാം, വണ്ടി എടുക്കട്ടെ, നമുക്ക് ബാക്കി കാണാം കേട്ടോ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കിങ് ക്രോസിൽ നിന്ന് ലണ്ടൻ കിങ് ക്രോസ് ഓൾ ഇൻ്റർനാഷണൽ റെയിൽ സർവീസ് ഇവിടെ നിന്നിട്ടോട്ട്. ഭയങ്കര വലിയ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പ് ഈ ഓക്കാണ്. അപ്പോൾ ആകെ 5 സ്റ്റോപ്പ് എന്തോരം കേട്ടോ. നമുക്ക് നല്ല ഫാസ്റ്റിലാണ് ട്രെയിൻ പോകണം. രക്ഷയില്ല, സ്പീഡ് നോക്കിയാൽ ഇതിന് ഭംഗിയല്ലേ. സോ ബൈ ലണ്ടൻ ഒരു വലിയ ബൈ. സോ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ്, നല്ല നല്ല കാര്യങ്ങൾ. സോ അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. സോ ഐ ആം ഹാപ്പി. ഓക്കെ, എത്ര ഭംഗിയല്ലേ. സോ ഇതിൽ നമുക്ക് വൈഫൈ ഉണ്ട്. സോ ഈ ട്രെയിൻ നമുക്ക് വൈഫൈ ഉണ്ട്. നമുക്ക് ഫ്രീ വൈഫൈ കണക്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ കുറച്ച് ഫോം ഫിൽ ഔട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് ഫ്രീ വൈഫൈ കിട്ടും. വൈഫൈ വെരി ഗുഡ് ബൈ ദ വേ. നല്ല ഫാസ്റ്റ് വൈഫൈ ആണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ട്രെയിനിലൊരു കോഫി ഷോപ്പ് പോലെ സെറ്റപ്പ് ഉണ്ട്. നമുക്കവിടെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ അതെവിടെയാണല്ലേ എനിക്കറിയില്ല.
ഇവിടെ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. കോഫി, കാപ്ഷ്യനോ, കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ജസ്റ്റ് ഒരു കാപ്ഷ്യനോ വാങ്ങിച്ചു. സോ തിരിച്ച് പോവാണ്. ഞാൻ തിരിച്ചെൻ്റെ ഇതിലെത്തി. സോ ഞാനിവിടെ നിന്ന് ഒരു ക്യാപ്ഷ്യനോ വാങ്ങിച്ചിട്ടേ എലനിയ. സോ എലനിയ എന്ന് പറയുന്നത് ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. സോ എലനിയ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലണ്ടൻ ബ്രിഡ്ജ്, അതുപോലെ തന്നെ വെസ്റ്റ്മിനിസ്റ്റർ എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, സോ എനിവേ ഒരു ക്യാപ്ഷ്യനോ വാങ്ങിച്ചു. സോ ദാറ്റ് I don't want to be sleepy or something like that. വീട്ടിലെത്തുന്ന വരെയെങ്കിലും. സോ ഒരു ക്യാപ്ഷ്യനോ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ ഫുഡൊക്കെ കിട്ടും കേട്ടോ. കഴിക്കാൻ ഫുഡ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ അവിടെ കിട്ടും. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാം കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ വേണം ഓർഡർ ചെയ്യാം. നല്ലൊരു സൺസെറ്റാണ് അവിടെ. നോക്കി, നല്ലൊരു സൺസെറ്റ് വരുന്നുണ്ട്. ഇത്ര ഭംഗിയാലേ. ന്യൂ കാസിൽ എത്താൻ കേട്ടോ. നോക്കി എന്തൊരു ഭംഗിയാണ് ആ ബ്രിഡ്ജ്. ടൈം ഇപ്പം 4:05 ആയിട്ടുണ്ട്. സോ ഇപ്പോൾ സൺസെറ്റ് വന്നുകൊണ്ടിരിക്കണം. എനിക്കൊന്ന് 4:15 സൺസെറ്റ് ആവും. സോ സൂര്യൻ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനി അങ്ങോട്ട് ഇരുട്ടാവും. സോ എന്തായാലും ഇനിയിപ്പം എത്തിയാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ പക്ഷേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചില്ല കേട്ടോ. ടൈപ്പാണ്. ആൻഡ് നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ കുറച്ച് ലഗേജ് സ്പേസ് ഒക്കെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ ലഗേജ് വെക്കാം. അങ്ങനെയൊക്കെ. പിന്നെ വാഷ്റൂം ഞാൻ കാണിച്ചത് ഗുഡ് എക്സ്പീരിയൻസ്. അവിടെ ഇതുവരെ ക്യാപിച്ചിനോ തീർത്തിട്ടുള്ള ഗൈസ് ഇപ്പോഴും ക്യാപിച്ചിനോ വെച്ചോണ്ടിരിക്കുകയാണ്. ആൻഡ് ബാക്കിയെല്ലാം അടിപൊളിയാണ്. ട്രാവലാണ്. ആൻഡ് വാട്ട് സോ ഞാൻ 5:30 ആകുമ്പോഴാണ് ഞാൻ ലണ്ടനിൽ. സോ അതുകൊണ്ട് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുത്ത് വലിയ ഭംഗി ഉണ്ടാവില്ല. തൽക്കാലം ഞാൻ ഇതിലൂടെ വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് സോ ഇറ്റ്സ് വൈൻ. ഇത് ലാസ്റ്റ് ട്രിപ്പല്ല. ഐ ഓൾവേസ് സേ നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യും. ഇനിയും നല്ല ട്രാവൽ ചെയ്യും. ആൻഡ് ബട്ട് ദിസ് വാസ് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് വണ്ടർഫുൾ ട്രിപ്പ്. ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു. ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സോ ആസ് ഐ ഓൾവേസ് സേ ലൈഫുള്ളൂ എല്ലാം ട്രാവൽ ചെയ്യുക, സ്ഥലങ്ങൾ കാണുക, മനോഹരമായ ഒരു വേൾഡ് കാണുക. ഈവൻ നിങ്ങൾക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റില്ല. എടുത്തുള്ള പറ്റുന്ന കാര്യങ്ങൾ കാണുക, നല്ല നല്ല ഫുഡൊക്കെ കഴിക്കുക, നല്ല അടിപൊളി ജീവിക്കുക. ലൈക്ക് you only live once, so enjoy the moment. So as I always say, see you in the next video. Until then, it's me signing off, guys. ഇവിടെ ഭയങ്കര വെച്ചത് പറഞ്ഞില്ല. എൻ്റെ വീഡിയോ പ്രോബ്ലം. So yeah.